പെബിൾസ് മലയാളം. ജയവർദ്ധന രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു പന്മകം. ഇവിടം ബ്രഹ്മാസുരൻ എന്ന അസുരനായിരുന്നു ഭരിച്ചിരുന്നത്. പാൽക്കടൽ കടന്ന് അമൃതെടുത്ത് മഹാവിഷ്ണു മോഹിനിയാവതാരം കൈക്കൊണ്ട് അസുരകുലത്തെ പരാജയപ്പെടുത്തി ദേവന്മാരെ രക്ഷിച്ചു എന്ന വിവരം ബ്രഹ്മാസുരനെ കോപപ്പെടുത്തി. ബ്രഹ്മാസുരൻ ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ കടും തപസ്സു ചെയ്തു. ശിവഭഗവാൻ ബ്രഹ്മാസുരന്റെ തപസ്സിൽ പ്രീതനായി. എന്ത് വരം വേണമെന്ന് ചോദിച്ചു. ബ്രഹ്മാസുരൻ പറഞ്ഞു, ശിവഭഗവാനെ, എല്ലാ ലോകവും എൻ്റെ കീഴിൽ വരണം. ഇത് നടക്കുവാനായി എനിക്ക് വരം തന്നാലും. അതുപോലെ ആവട്ടെ എന്ന് ഭഗവാൻ ആശീർവദിച്ചു. അതുപോലെ ഭഗവാനെ, ആരുടെ തലയിൽ ഞാൻ കൈവച്ചാലും അവർ ചാമ്പലാവണം. അതുപോലൊരു വരം കൂടി തന്നാലും. അതും നടക്കട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞു. നാരദരെ, നിൽക്കൂ, എന്തിനാണ് ഈ ഓട്ടം? ആരായത്? വിഷ്ണു ഭഗവാനാണോ? നാരായണ നാരായണ. നാരദർ പറഞ്ഞു, ഭഗവാനെ, ശിവഭഗവാൻ തൻ്റെ ഭക്തന് അനുഗ്രഹം നൽകി ആരുടെ തലയിൽ കൈവച്ചാലും ആ നിമിഷം അവർ ഭസ്മമാകുമെന്ന അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത്. വരം നൽകിയവരുടെ തലയിൽ കൈവയ്ക്കാൻ ശ്രമിച്ചു ആ അസുരൻ. ഭഗവാനും എന്നെപ്പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണോ? എന്നാൽ ഞാൻ മോഹിനി അവതാരം എടുത്ത് ആ ദുഷ്ടനെ ഇല്ലാതാക്കും. ഞാനും ശിവഭഗവാനും ചേർന്ന് ഒരു ആൺകുഞ്ഞിനെ ഈ ലോകത്തിൻ്റെ സത്യം, ധർമ്മം എന്നിവ പരിപാലിക്കാനായി പിറവി നൽകും. നാരായണ നാരായണ. മോഹിനി അവതാരം എടുത്ത വിഷ്ണു ബ്രഹ്മാസുരന്റെ മാളികയിൽ ഒരു നർത്തകിയായി നടനമാടി. അസുരന്റെ മനം കവർന്നു. മോഹിനി രൂപത്തിൽ മതിമറന്ന അസുരൻ ചോദിച്ചു, ആരാണ് നീ? മോഹിനി ഉത്തരം പറഞ്ഞു, മന്ന, ഞാൻ ദേവലോകത്തു നിന്നും വരുന്നു. താങ്കളെക്കുറിച്ച് നിറയെ കേട്ടിരിക്കുന്നു. അതിനാലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അസുരൻ പറഞ്ഞു, നീ സമ്മതിച്ചാൽ ഈ ലോകം മുഴുവൻ ഭരിക്കാൻ പോകുന്ന ഞാൻ നിന്നെ പത്നിയാക്കാം. മോഹിനി പറഞ്ഞു, മന്ന, അങ്ങയുടെ പത്നിയാവാൻ ആർക്കാണ് ആശയില്ലാത്തത്? എന്നാൽ
തനിക്കൊരു ലക്ഷ്യമുണ്ട്. അസുരൻ പറഞ്ഞു, നിന്റെ ലക്ഷ്യത്തെ അലക്ഷ്യപ്പെടുത്തുന്നവനല്ല ഈ ബ്രഹ്മാസുരൻ. എൻ്റെ കൂടെ നടനമാടി ജയിക്കുന്നവനെയാണ് ഞാൻ പതിയായി സ്വീകരിക്കുക. അസുരൻ പറഞ്ഞു, കഠിനമാണ്, എന്നാലും ഞാൻ തയ്യാറാണ്. ഇരുവരും നടനമാടി. മോഹിനി നടനമാടുമ്പോൾ വലത്തുകൈ തൻ്റെ തലയിൽ വെച്ചു. മതിമറന്ന അസുരൻ തൻ തലയിൽ വലത്തുകൈ വെച്ചു. അവന് ലഭിച്ച വരപ്രകാരം അവൻ തന്നെ ഇല്ലാതായി മാറി. മോഹിനിക്കും ശിവഭഗവാനും ആൺകുഞ്ഞ് ജനിച്ചു. ഭൂമിയിൽ ധർമ്മവും നീതിയും നടപ്പാക്കാനായി ആ ദിവ്യ ബാലകനെ പമ്പാ നദിക്കരയിൽ വിട്ട് ഇരുവരും മറഞ്ഞു. കുട്ടികളില്ലാത്ത പന്തള രാജാവ് ഭഗവാനോട് പ്രാർത്ഥനയിലാണ്, തൻ്റെ രാജ്യത്തിന് അനന്തരാവകാശിക്കായി. ഒരിക്കൽ രാജാവ് വേട്ടയ്ക്കായി പോവുകയായിരുന്നു. പമ്പയാറിൻ്റെ കളകളാരവവും കുളിർക്കാറ്റും സൂര്യൻ ഉദിച്ചുയരുന്നു. ഒരു കുഞ്ഞു പൈതലിൻ്റെ കരച്ചിൽ രാജാവ് കേട്ടു. രാജാവിന് ആശ്ചര്യമായി. കൊടിയ മൃഗങ്ങളുള്ള ഈ ഒരു കാട്ടിൽ കുഞ്ഞു പൈതലോ? കാട്ടിൽ ഈ പൈതലിനെ ആരോ ഉപേക്ഷിച്ചു പോയതാണ്. അതുവഴി വന്ന മഹർഷി പറഞ്ഞു, രാജാവേ, അങ്ങയുടെ അരമനയിൽ വളർത്തു ഈ കുട്ടിയെ. അങ്ങയുടെ ദുഃഖം തീർക്കാൻ ഭഗവാൻ തന്നതാണ് ഇവനെ. നവരക്തമാല അണിഞ്ഞ ഇവൻ മണികണ്ഠൻ എന്നറിയപ്പെടും. ഈ കുട്ടിയാൽ നിങ്ങൾക്കും നിങ്ങളുടെ നാടിനും പെരുമ വന്നു ചേരും. ഇവന്റെ 18-ാം വയസ്സിൽ ഇവൻ ആരെന്ന് അങ്ങയ്ക്ക് മനസ്സിലാവും. മണികണ്ഠൻ ഗുരുകുലത്തിൽ വേദശാസ്ത്രം, മറ്റു പുരാണങ്ങൾ എന്നിവ അഭ്യസിച്ചു. ആയോധന കലയായ വില്ല്, വാൾ, കമ്പ് എല്ലാം അഭ്യസിച്ചു. കുതിരസവാരി സകലതും പഠിച്ചു മണികണ്ഠൻ. മണികണ്ഠന്റെ ഗുരു പറഞ്ഞു, നിന്നെപ്പോലെയുള്ള ഒരു ശിഷ്യന് ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. നിന്നെപ്പോലെ ബുദ്ധികൂർമ്മതയും വിവേകവുമുള്ള ഒരു രാജകുമാരനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഭഗവാന്റെ ശക്തി സ്വരൂപമാണ് നിന്നിലുള്ളത്. നിന്നെ കാണുമ്പോൾ എനിക്ക് ഹരിഹര സ്വരൂപമാണ് കാണാൻ കഴിയുന്നത്. മണികണ്ഠൻ പറഞ്ഞു, ഗുരുവേ, എനിക്ക് സകല ജ്ഞാനവും നൽകിയത് അങ്ങാണ്. എല്ലാം അങ്ങയുടെ അനുഗ്രഹമാണ്. അങ്ങേക്ക് ഗുരുദക്ഷിണ നൽകണമെന്ന് ഞാൻ കരുതുന്നു. ഗുരു പറഞ്ഞു, മണികണ്ഠ, എനിക്ക് ഗുരുദക്ഷിണ നൽകുന്നുവെങ്കിൽ വളരെ കാലമായി സംസാരശേഷിയില്ലാത്ത എൻ്റെ മകനെ നീ സുഖപ്പെടുത്തൂ. മണികണ്ഠൻ ഗുരുപുത്രനെ സുഖപ്പെടുത്തി. അവന് സംസാരശേഷി തിരിച്ചു കിട്ടി. ഗുരു പറഞ്ഞു, മണികണ്ഠ, നീ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. പിറവിയിൽ തന്നെ കേൾവിയും സംസാരവുമില്ലാത്ത എൻ്റെ മകനെ നീ എല്ലാം സുഖപ്പെടുത്തി, ഗുണപ്പെടുത്തി. വർഷങ്ങൾ കഴിഞ്ഞു. മണികണ്ഠന്റെ വളർച്ചയോടൊപ്പം പന്തളവും വളർന്നുകൊണ്ടിരുന്നു. പ്രശസ്തിയും വ്യാപിച്ചു. മണികണ്ഠനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രാജാവിന് സന്തോഷവും അഭിമാനവും വന്നു. എന്നാൽ രാജാവിൻ്റെ ഏറ്റവും അടുത്ത ആളായ മന്ത്രിക്ക് ഇത് ഇഷ്ടമായിരുന്നില്ല. ഇതിനിടയിൽ രാജ്ഞി ഗർഭിണിയായി. മന്ത്രി രാജവൈദ്യന്റെ അടുത്തെത്തി പറഞ്ഞു, അരമനയിൽ അങ്ങയെ വെച്ചൊരു നാടകം നടത്തുന്നു. ഇതിൽ എന്തോ ചതിയുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. രാജവൈദ്യൻ പറഞ്ഞു, നിങ്ങളും ഞാനും രാജ്ഞിയും ചേർന്ന്
ഈ മണികണ്ഠനെ ഇല്ലാതാക്കണം. നിങ്ങളും ഞാനും രാജ്ഞിയുമോ? അവർക്ക് മണികണ്ഠനെ പ്രിയപ്പെട്ടവനായിരുന്നല്ലോ. അപ്പോൾ മന്ത്രി പറഞ്ഞു, മണ്ടനായ വൈദ്യ, രാജ്ഞി ഗർഭിണിയാണ്. അവർക്ക് ആശങ്കയുണ്ട്. രാജാവ് മണികണ്ഠനെ യുവരാജാവായി പ്രഖ്യാപിക്കുമോ എന്ന്, രാജ്ഞിയും സ്വന്തം കുഞ്ഞും പുറത്താവുമോ എന്ന്. വഞ്ചകനായ മന്ത്രി രാജ്ഞിയുടെ അരമനയിലെത്തി മണികണ്ഠനെക്കുറിച്ച് വെറുപ്പ് വരുവാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊടുത്തുകൊണ്ടേയിരുന്നു. രാജ്ഞി വയറുവേദന കലശലായി അഭിനയിച്ചു. വഞ്ചകരുടെ നാടകമറിയാതെ മഹാരാജാവ് ഇത് വിശ്വസിച്ചു. വൈദ്യൻ രാജാവിനെ മുഖം കാണിക്കാനെത്തി. രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, രാജ്ഞിക്ക് വന്നിരിക്കുന്നത് സാധാരണ അസുഖമല്ല. ഈ ലോകത്തിൽ ഒരു മരുന്നിനും ഇത് മാറ്റാൻ സാധിക്കില്ല. രാജാവ് പറഞ്ഞു, വൈദ്യരെ, ഈ ലോകത്തിൽ എല്ലാ വൈദ്യന്മാരെയും അങ്ങേക്ക് കൂട്ടുചേർത്ത് രാജ്ഞിയെ രക്ഷിക്കൂ. ക്ഷമിക്കണം രാജാവേ, ഒരു വീരനാൽ മാത്രമേ ഇതിനുള്ള മരുന്ന് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. പുലിപ്പാലാണ് വേണ്ടത്. പുലിപ്പാൽ കൊടുത്താൽ രാജ്ഞിയുടെ വയറുവേദന ഉടനടി മാറും. എന്ത്, പുലിപ്പാലോ? അതെങ്ങനെ നടക്കും? വേട്ടപ്പുലികളെ വേട്ടയാടിക്കൊന്നാണ് പിടിക്കുന്നത്. ഒരു പുലിയുടെ പാൽ കറക്കുന്നത് എങ്ങനെയാണ്? മണികണ്ഠൻ ഇത് ദൂരെ നിന്നും കേട്ടുകൊണ്ടിരുന്നു. അങ്ങ് വിഷമിക്കണ്ട, പുലിപ്പാൽ ഞാൻ കൊണ്ടുവരും. എൻ്റെ അമ്മയുടെ രോഗം ഞാൻ മാറ്റും. അപ്പോൾ രാജാവ് പറഞ്ഞു, വേണ്ട മകനെ, വേട്ടപ്പുലികളെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല. 10 പേരെ അവർ ഞൊടിയിടയിൽ തീർക്കും. അവയ്ക്ക് അത്രയ്ക്ക് ശക്തിയാണ്. നീ ഒന്നും അറിയാത്ത കുഞ്ഞുകുട്ടിയാണ്. അങ്ങയ്ക്ക് ആശങ്ക വേണ്ട. അങ്ങയുടെ മകന്റെ വീര്യത്തെക്കുറിച്ച് അങ്ങ് ഇതാണോ കരുതിയിരിക്കുന്നത്? പുലിപ്പാലുമായി ഞാൻ അങ്ങയെ കാണും. രാജാവ് ദുഃഖത്തോടെ മണികണ്ഠനെ യാത്രയാക്കി. ശിവഭഗവാൻ മണികണ്ഠൻ കാട്ടിലേക്ക് പോകുന്നത് ജ്ഞാനദൃഷ്ടിയിൽ കണ്ടു. നന്ദിയോടായി പറഞ്ഞു, മഹാദേവൻ, നന്ദിദേവ, മണികണ്ഠൻ മഹിഷിയെ സംഹരിക്കാനുള്ള സമയമായി. ദേവന്മാരോടായി പറഞ്ഞു, വിഷ്ണു ഭഗവാന്റെയും എൻ്റെയും അംശമായ മണികണ്ഠൻ ലോക നന്മക്കായി മഹിഷിയെ സംഹരിക്കാനായി പുറപ്പെട്ടു. നിങ്ങളും അവനെ ആശീർവദിക്കൂ. മണികണ്ഠൻ തന്നെ സംഹരിക്കാനായി എത്തുന്നുവെന്ന് അറിഞ്ഞ മഹിഷി ആക്രോശിച്ചു. ഒരു പൊടി ബാലകനാണോ എന്നെ സംഹരിക്കാൻ വരുന്നത്? എൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് ഞാൻ അവനെ ഇല്ലാതാക്കും. ഒരു രാക്ഷസൻ പറഞ്ഞു, ഇളം ബാലകന്റെ രുചി അറിഞ്ഞിട്ട് കുറേ കാലമായി, എന്നെ അതിന് അനുവദിക്കണം. മഹിഷി പറഞ്ഞു, അങ്ങനെ ആവട്ടെ. മണികണ്ഠനെ ആശീർവദിക്കാനായി ദേവന്മാർ എത്തി. അവർ മണികണ്ഠനോട് പറഞ്ഞു, മഹിഷി സാധാരണ പെണ്ണല്ല, അവൾ ക്രൂരയായ രാക്ഷസിയാണ്. അതിനാൽ അങ്ങേക്ക് തുണയായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മണികണ്ഠൻ പറഞ്ഞു, ക്ഷമിക്കണം, മഹിഷിയുടെ സംഹാരത്തിനായിട്ടാണ് ഞാൻ ജന്മമെടുത്തിരിക്കുന്നത്. ശിവവിഷ്ണു ദേവന്മാർ ജന്മം നൽകിയത് അവളെ സംഹരിക്കുവാനായിട്ടാണ്. മഹിഷി വരുന്നുണ്ട്. മൃഗങ്ങൾ ഭയം കൊണ്ടോടുന്നു. മഹിഷിയെ കണ്ട് പേടിച്ച് ദേവന്മാരും ഋഷിമാരും ഓടിയൊളിച്ചു.
ഭീമാകാര രൂപമായ മഹർഷി അടുത്തെത്തി. മഹർഷി അട്ടഹസിച്ചു. നീയാണോ എന്റെ കുലത്തെ സംഹരിക്കാനെത്തിയത്? മലയെ മറിക്കാൻ ഒരു ചെറുകുട്ടിയെ അയച്ചിരിക്കുന്നു. മണികണ്ഠൻ പറഞ്ഞു, നിന്റെ അന്ത്യത്തിന് സമയമായി. ഇത് കേട്ട മഹർഷി ദേഷ്യം വന്ന്, എന്നോടാണോ നീ വീര്യം പറയുന്നത് എന്ന് ആക്രോശിച്ചു. ഞൊടിയിടയിൽ നിന്നെ ഞാൻ വധിക്കുമെന്ന് മഹർഷി പറഞ്ഞു. മഹർഷിയെ മണികണ്ഠൻ സംഹരിച്ചു. ദേവന്മാർ പൂമഴ പെയ്യിച്ചു. മണികണ്ഠനെ വന്ദിച്ചു. അവർ മഹിഷിക്ക് ശാപമോക്ഷം ലഭിച്ചു. മഹിഷി പറഞ്ഞു, നന്ദി ഭഗവാനെ, എനിക്ക് ശാപമോക്ഷം ലഭിച്ചിരിക്കുന്നു. മണികണ്ഠൻ എൻ്റെ ശാപമോക്ഷം സാധ്യമാക്കി. മഹിഷി പറഞ്ഞു, ദേവ, എനിക്കും എല്ലാവരെ പോലെയും ജീവിക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ശാപമോക്ഷം നൽകിയ അങ്ങ് എന്നെ വിവാഹം ചെയ്താലും. മണികണ്ഠൻ പറഞ്ഞു, ഞാൻ ഈ പിറവിയിൽ ബ്രഹ്മചാരിയായാണ്. എന്നെ കാണുവാൻ വരുന്ന ഭക്തർ നിന്നെയും കാണും. എൻ്റെ അടുത്തായി നിനക്കും ഒരു സ്ഥാനം നൽകും. എന്നെ കാണാൻ വരുന്ന ഭക്തരിൽ കന്യാസ്വാമിമാർ ഇല്ലാത്ത കാലത്ത് നിന്നെ ഞാൻ വിവാഹം ചെയ്യും. ശിവഭഗവാന്റെ അടുത്തെത്തിയ മണികണ്ഠൻ, മഹർഷിയെ ഞാൻ വധിച്ചു. ദേവന്മാർക്കും മഹർഷിമാർക്കും ഇനി ഭയമില്ലാതെ ജീവിക്കാം. ഇനി ഞാൻ ചെയ്യേണ്ടുന്ന കടമകൾ എന്തെല്ലാമാണ്? ശിവഭഗവാൻ പറഞ്ഞു. മണികണ്ഠ, പന്തളമന്നൻ രാജശേഖരൻ തികഞ്ഞ ശിവഭക്തനാണ്. അവർക്ക് നീ ഉപദേശം നൽകി മുക്തി നൽകണം. ഗണപതിക്കും സുബ്രഹ്മണ്യനും സഹോദരനായ നീ അയ്യപ്പൻ എന്ന പേരിൽ അറിയപ്പെടും. നിന്റെ സ്ഥാനം ഭക്തരെ കൊണ്ട് നിറയും. നീ പന്തളത്തേക്ക് പോവുക. കാട്ടിൽ നിന്നും മണികണ്ഠൻ പന്തളത്തേക്ക് പോകുന്നു. പെട്ടെന്നൊരു കുതിരമേൽ വരുന്ന ആൾ മണികണ്ഠന്റെ വരവ് കണ്ട് താഴെ വീഴുന്നു. ആരാണ് നീ? കൊടുങ്കാട്ടിൽ എന്തു ചെയ്യുന്നു എന്ന് മണികണ്ഠൻ ചോദിച്ചു. എൻ്റെ പേര് വാവർ, കൊള്ളക്കാരനാണ്. ഓ, നീയാണോ അത്? പാവങ്ങളെ കൊള്ളയടിക്കുന്നത് ശരിയാണോ? വാവർ പറഞ്ഞു. പാവങ്ങളെ പറ്റിച്ചു പണമുണ്ടാക്കുന്ന പണക്കാരെയാണ് ഞാൻ കൊള്ളയടിക്കുന്നത്. ആ പണം ഞാൻ തിരികെ പാവങ്ങൾക്ക് തന്നെ നൽകുന്നു. പണക്കാരിൽ ആരാണ് നല്ലവൻ? അങ്ങൊന്ന് കാണിച്ചു തരൂ. മണികണ്ഠൻ പറഞ്ഞു, ഒരാളെ കാണിക്കാം. ഞാനുണ്ട്, പന്തളം രാജകുമാരൻ. എനിക്ക് പണത്തിന് ഒരു കുറവുമില്ല. ഞാൻ ആരെയും ദ്രോഹിക്കില്ല. ക്ഷമിക്കൂ, അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ തെറ്റ് ഞാൻ തിരുത്താം. നീ നിന്റെ കുറ്റം മനസ്സിലാക്കിയപ്പോൾ നീ എൻ്റെ ഉറ്റ സുഹൃത്തായി മാറി. എന്നെ വണങ്ങുവാൻ വരുന്ന ഭക്തന്മാർ നിന്നെയും വണങ്ങും. അമരുന്ന പുലിക്കൂട്ടത്തോടൊപ്പം മണികണ്ഠൻ അരമനയിലേക്ക് നീങ്ങി. പന്തളരാജൻ പറഞ്ഞു, മണികണ്ഠ, നീ എൻ്റെ മകൻ മാത്രമല്ല, നീ ഒരു ദൈവപുത്രനാണ്. പിതാവേ, ഈ അരമനയ്ക്കകത്ത് കള്ളം ചെയ്ത് രാജ്ഞിയോടും മറ്റുള്ളവരോടും അങ്ങ് പൊറുക്കൂ. എനിക്കായി അങ്ങ് പമ്പാ നദിക്കരയിൽ ശബരിമലയിൽ ഒരു ആലയം പണിതു തരും. എൻ്റെ വില്ലിലുള്ള അമ്പ് എത്തുന്ന സ്ഥലത്ത് എനിക്കൊരു കോവിൽ നിർമ്മിച്ചു നൽകിയാലും. ഹരിഹരപുത്രനായ അയ്യപ്പൻ ശബരിമലയിൽ ഭക്തർക്ക് തുണയായി നിലകൊള്ളുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. പെബിൾസ് മലയാളം.